ഈ പോലീസ് ഉണ്ടല്ലോ, പോലീസ് എന്ന് പറയുന്നത് ഏത് ഭരണകൂടത്തിന്റെ മർദ്ദക ഉപകരണമാണ്. അത് പണ്ട് മുതലേ അങ്ങനെയെന്ന് പറയാം. പ്രത്യേകിച്ച് CPM അങ്ങനെ പറയും. പോലീസ് എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭരണകൂടത്തിന്റെ മർദ്ദക ഉപകരണമാണ്. അതേ പോലീസാണ് ഇപ്പൊ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം ക്രൂരമായ മർദ്ദനത്തിനാണ് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് സംഭവം ഷാഫി പറമ്പിൽ എം പി എന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ വളരെ മനഃപൂർവ്വം അല്ല പുറകിൽ നിന്ന് ലാത്തി കൊണ്ട് അടിക്കുന്നത് നമ്മൾ ആ വീഡിയോയിൽ കാണുന്നുണ്ട്. ശരി. അപ്പൊ അത് ഈ പിണറായി വിജയന്റെ ഭരണകൂടത്തിലും കൂടി നടക്കുമ്പോൾ, ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിലും കൂടി നടക്കുമ്പോഴാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്. നമ്മൾ മുമ്പേ CPM കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറയുന്നത് പോലീസിനെതിരാണ്. പോലീസ് പറയുന്ന സമീപനം അല്ലെങ്കിൽ പോലീസിന്റെ ഭാഷ്യം പൊതുവെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒന്നും എടുക്കില്ല. പക്ഷെ പിണറായി വിജയൻ വന്നതിന് ശേഷം പോലീസിന്റെ വാക്യം എന്ന് പറയുന്നത് വേദവാക്യമാക്കിയിട്ട് എടുക്കുന്ന സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ. പോലീസ് എന്താണോ പറയുന്നത് അതാണ് വേദവാക്യം, അല്ലെങ്കിൽ പോലീസിന്റെ മനോവീര്യം തകരും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ യഥാർത്ഥത്തില് നമുക്കറിയാം പോലീസിനെ നിയന്ത്രിക്കുന്നത് പിണറായിയും P.ശശിയിലാണ്. P.ശശി എന്ന് പറയുന്നത് നല്ല മീഡിയേറ്റർ. അതായത് P.ശശിനെ കുറിച്ച് ഇപ്പൊ തലശ്ശേരി ബാറിലൊക്കെ പോയി അന്വേഷിച്ചാല് പല ആളുകളും പറയും P.ശശി എന്ന് പറയുന്നത് മീഡിയേറ്റർ. ഇപ്പം ചലച്ചിത്ര സിനിമാ നടികൾക്കെതിരെയുള്ള മീറ്റു ആരോപണം വന്ന സമയത്ത് ഒരുപാട് കേസ് കാര്യങ്ങളിലുണ്ടായി. അപ്പൊ ഒരു അഭിഭാഷകൻ പറഞ്ഞു വെച്ചാൽ P.ശശി ഇപ്പൊ എറണാകുളത്ത് തന്നെയാണ്. എന്തിനാന്ന് വെച്ചാല് സെറ്റിൽമെന്റ്. അപ്പൊ അങ്ങനെ ഒരു ആരോപണമെന്ന് പറഞ്ഞു. അപ്പൊ നല്ല മീഡിയേറ്ററാണ് യഥാർത്ഥത്തിൽ. അപ്പൊ പോലീസ് ഇവരെയൊക്കെ മാനേജ് ചെയ്യാം. അതാണ് ഈ ഭരണകൂടത്തിന് പോലീസിനോട് ഇങ്ങനെ താല്പര്യം. പോലീസ് പറയുന്നത് ഭാഷ്യം അവർ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് പോലീസ് ഇവരെ മാനേജ് ചെയ്യാം. പോലീസ് പറയുന്നത് പോലീസ് P.ശശി ഉൾപ്പെടെയുള്ള ആളുകളെ ഇങ്ങനെയല്ല, പോലീസ് അവരെ മാനേജ് ചെയ്യാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അവര് ഇവരെ മാനേജ് ചെയ്യല്ല, പോലീസ് അവരെ മാനേജ് ചെയ്യാം. ഇപ്പം ഇരട്ടച്ചങ്കം എന്നെല്ലാം പറയുമ്പോൾ പോലും പോലീസിന്റെ കാര്യത്തിൽ യാതൊരു നിയന്ത്രണവും ഇല്ല. അത് പോലീസിന് നന്നായിട്ട് അറിയാം. പോലീസിന് യഥാർത്ഥത്തിൽ നന്നായിട്ട് അറിയാം അവർക്കൊന്നും ഒരിരട്ടച്ചങ്കും ഇല്ല എന്നുള്ളത്. പിണറായി വിജയൻ. അപ്പൊ നമുക്കറിയാം കേരളത്തിലെ ആഭ്യന്തര മന്ത്രിമാർ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പോലീസ് മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ പോലീസിനെ ഭീകരമായി ഉപയോഗിച്ച ആഭ്യന്തരമന്ത്രി K. കരുണാകരൻ. അതെ K. കരുണാകരൻ. CPM-ന്റെ അഴീക്കോടൻ രാഘവൻ വധമല്ല. പിന്നെ ഇതുവരെ പൂർണ്ണാർത്ഥത്തിൽ അതിന്റെ ചിത്രം തെളിഞ്ഞിട്ട് പോലുമില്ല. കൊല്ലപ്പെട്ടതിൽ പോലും ദുരൂഹത ഉണ്ട്. കാരണം ഏതോ ഒരു കരുണാകരനെതിരായിട്ടുള്ള ഏതോ അഴിമതിന്റെ ഏതോ ഒരു തെളിവ് അഴീക്കോട് രാഘവൻ പുറത്തുവിടുന്ന് പറഞ്ഞതിന്റെ പിറ്റേന്നാണ് തൃശ്ശൂരിൽ ഹോട്ടലിൽ നിന്ന് നടക്കാനിറങ്ങുമ്പോൾ കൊല്ലപ്പെടുന്നത്. അപ്പൊ അതിന്റെ ചുരുള് പൂർണ്ണാർത്ഥത്തിൽ ഇതുവരെ നിന്നിട്ടില്ല. കരുണാകരനാണ് യഥാർത്ഥത്തിൽ പോലീസിനെ ഇത്രയും ക്രൂരമായി ഉപയോഗിച്ചത്, പരിശീലിപ്പിച്ചത്. നമുക്ക് ഈച്ചറ ഭാര്യയുടെ കഥയിൽ നമുക്കറിയാം. മകന്റെ മൃതദേഹമെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിട്ട് പൂർണ്ണമാതിരി തുറന്നു വെച്ച ഈച്ചറ ഭാര്യയുടെ കഥ നമുക്കറിയാം. അപ്പൊ പോലീസ് എപ്പോഴും അന്നും ഇന്നും എല്ലാം സർക്കാരിന്റെ മർദ്ദക ഉപകരണമാണ്. അത് ഇപ്പൊ പിണറായി വിജയനും ഉപയോഗിക്കുന്നു എന്നിടത്താണ് ഒരു വിരോധാഭാസം. കാരണം എപ്പോഴും പോലീസിനെതിരെ പോലീസ് പറയുന്ന വേദവാക്യമല്ല എന്നും പോലീസ് പറയുന്നത് വേദവാക്യമായിട്ട് എടുക്കാത്തവരായിരുന്നു യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ചിന്താഗതിക്കാരും ഇടതുപക്ഷ ഗവൺമെന്റ്. പക്ഷെ ഇപ്പം പോലീസ് എന്താണോ പറയുന്നത് അത് പിണറായി വിജയന്റെ വേദവാക്യമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെ പോലുള്ള ജനപ്രതിനിധിയെ പോലും മർദ്ദിച്ചിട്ട് അടിച്ചിട്ട് പോലീസ് പറയില്ലേ, റൂറൽ SP പറഞ്ഞില്ലേ നമ്മൾ മർദ്ദിച്ചിട്ടില്ല, തെളിവുണ്ടോ? തെളിവ് അന്നേരം ആർക്കും ഉണ്ടാക്കില്ല. മനഃപൂർവ്വം ഏതോ ഒരു ഉദ്യോഗസ്ഥൻ മനഃപൂർവ്വം മർദ്ദിക്കാൻ. അപ്പൊ ഇനിയും ഗവൺമെന്റ് ചെയ്യേണ്ടത് ഇത്തരം ഉദ്യോഗസ്ഥരെ ഒരു കാരണവശാലും ക്രമസമാധാന ചുമതല ഏൽപ്പിക്കാൻ പാടില്ല, സർവീസിൽ വെച്ചിരിക്കാൻ പാടില്ല. അടിച്ച ആൾ ആരാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാലോ. അത് പരിശോധിച്ചാൽ അറിയാം. ഒരാൾ തല്ലുന്നുണ്ട്, അയാൾക്കെതിരെ ഉടൻ നടപടിയെടുത്താൽ മതി. നടപടിയെടുത്താൽ തീരുന്ന പ്രശ്നമാണുള്ളത്. അപ്പൊ ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പോലീസിന്റെ വീര്യം നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിനെ മർദ്ദിക്കാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്.